Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മള് ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡിനെ പറ്റിയാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് പോർഷൻസോളം നമ്മൾ എടുത്തു. ദെൻ ഇനി ഒരു കുറച്ച് പോർഷൻസ് കൂടി ഉള്ളൂ. ഈ ഒരു ചാപ്റ്റർ കുഞ്ഞു ചാപ്റ്റർ ആണ്. ദെൻ അപ്പോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ മാക്സിമം എല്ലാവരും മ്യൂട്ട് ചെയ്യുക. അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്യും. ദെൻ ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ദെൻ എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളെ റെസ്പോൺസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ഇടുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഹോസ്പിറ്റൽ വാർഡിനെ പറ്റിയാണ് പറഞ്ഞത്. നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽ വാർഡ് എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. നമ്മൾ വേറെ റൂമാണ്, ആ റൂമില് ഒത്തിരി ബെഡ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലോങ് ടേമിൽ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്, ദെൻ ഷോർട്ട് ടേമിൽ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ദെൻ പിന്നെ കുറച്ച് പർപ്പസ് കാര്യങ്ങൾ അല്ലെ, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. ദെൻ മെയിൻ ആയിട്ട് ഒരു വാർഡില് 3 സ്പേസസ് ഉണ്ട്. PMC, പേഷ്യന്റ് നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. പിന്നെ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് 2 വാർഡുകളുണ്ട്, ജനറൽ വാർഡ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് വാർഡ്. ഈ സ്പെഷ്യലൈസ്ഡ് വാർഡിൽ വരുന്നതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഗൈനക്കോളജി, ഓങ്കോളജി, ഒഫ്താൽമോളജി, അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളെ പറ്റി പറഞ്ഞായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ദെൻ നമ്മൾ ഒരു വാർഡിനുള്ളിലെ മെയിൻ കോമ്പോണൻസ് പറഞ്ഞു. അതിനുള്ളിൽ ഓരോ കോമ്പോണൻസിലും വരുന്നത് ഏതൊക്കെയാണെന്നും നമ്മൾ പറഞ്ഞു. ഓരോ സെക്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ വരുന്നതെന്ന് പറഞ്ഞായിരുന്നു. ദെൻ ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റ്, നല്ല രീതിയിലുള്ള വാർഡ് മാനേജ്മെന്റ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പോളിസി പ്രോട്ടോകോൾസ് ഒക്കെ പാലിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഓരോ വർക്കും പ്ലാനഡ് ആയിട്ടുള്ള വർക്ക് വേണം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണെന്നാണല്ലോ. ഓക്കെ, എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ക്ലിയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് ഒരാൾക്കൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ റേഞ്ചിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, മൊത്തത്തില് കേൾക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. 1-2 പേർക്കൊക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് നെറ്റിന്റെ ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ, റംസിയ ക്ലിയർ അല്ല. ഓക്കെ, അതൊന്ന് റംസിയ ഒന്ന് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളത് ഇതുപോലെ ചെയ്യണം കേട്ടോ. കാരണം ഒരാൾക്ക് ക്ലിയർ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂസ് അല്ല, മൊത്തത്തിലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ എന്തെങ്കിലും ടെക്നിക്കൽ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു വാർഡ് മാനേജ്മെന്റിൽ ചെയ്യേണ്ടതായിട്ടുള്ള നല്ല ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മൾ പറഞ്ഞ റെസ്പോൺസിബിലിറ്റീസും ഒരു ടീച്ചിങ്ങും സൂപ്പർവിഷനും ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ദെൻ നമ്മള് ഓക്കെ, റംസിയ ഒന്ന് റീജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഡ്യൂട്ടീസ് ഓഫ് വാർഡ് ക്ലർക്ക് ആൻഡ് സെക്രട്ടറി പോയിന്റ്സ് പറഞ്ഞായിരുന്നോ? പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. പറഞ്ഞായിരുന്നോ? ഓക്കെ, പറഞ്ഞിരുന്നു. നമ്മള് ആ ഒരു പോയിന്റ്സുകളാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ദെൻ അപ്പോ ഒരു വാർഡ് ക്ലർക്കിന്റെ അല്ലെങ്കിൽ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് അവിടം വരെയാണ് നിർത്തിയത് അല്ലെ. നോക്കാം, ഒന്നും കൂടി നോക്കാം കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു റെക്കോർഡ്സുകൾ, മെഡിക്കൽ ചാർട്സുകളും റിപ്പോർട്ട്സുകളൊക്കെ കമ്പല് ചെയ്യുകയും ദെൻ അസിസ്റ്റൻസ് നഴ്സിംഗും അപ്രോപ്രിയേറ്റ് ക്ലിയറൻസ് യൂണിറ്റ് ഒക്കെ എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഇനി കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അവിടെ വരെയാണ് നമ്മള് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു തന്നത്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഓർ ഫ്ലോർ മാനേജർ. ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്താണെന്ന് അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ എന്താണ് അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. നോക്കാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. Patient care executive is a professional
who is who is specialized in helping people who are recovering from diseases or disability. He or she monitors the performance of patient care services, compares it to government agency standards and makes adjustment if necessary. ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആണ്. നമ്മൾ ഒരു വ്യക്തിയുടെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് എപ്പോഴാണ് ആ ഒരു വ്യക്തി അതിൽ കൂടുതൽ എക്സ്പേർട്ടഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ഒരു ടീച്ചർ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ടീച്ചർ ആ ഒരു ഫീൽഡില് ഒരു പ്രൊഫഷണൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഏതൊരു ഫീൽഡിലായാലും ആ ഒരു എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ അയാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ കരുതാം അല്ലെ. അതുപോലെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആണ്. ഇനി എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് കേട്ടോ. Who is specialized in helping people who are recovering from diseases or disability. എന്തെങ്കിലും അസുഖങ്ങളോ or disability വൈകല്യങ്ങളോ ഇതിൽ നിന്നും റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഷ്യൻസിനെ പീപ്പിളിനെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. Then he or she monitor the performance of patient care service. Then അതായത് ഇനി എന്താ ചെയ്യുന്നത്, ഒരു പേഷ്യൻസിന് നമ്മൾ കൊടുക്കുന്ന രോഗീ പരിചരണം അല്ലെ കെയർ ആൻഡ് സർവീസസിന് എന്ത് ചെയ്യും, വിലയിരുത്തും. ആ ഒരു ഉത്തരവാദിത്വം കൂടി പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിനുണ്ട്. Then ഇനി എന്ത് ചെയ്യും, ആ വിലയിരുത്തിയതിനെ compares it to government agency standards and makes adjustments if necessary. അവരാ വിലയിരുത്തിയ കാര്യങ്ങളെ ഇപ്പൊ ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ, സർവീസസില് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ കൂടി വരുത്തും. ഇതാണ് ഒരു പേഷ്യന്റ് എക്സിക്യൂട്ടീവ് കെയർ അതുകൊണ്ട് ഒരു ഔട്ട്ലൈൻ നമുക്ക് പറയാൻ സാധിക്കുക. വേറെ ഒന്നുമല്ല, ഒരു അസുഖമോ അല്ലെങ്കിൽ ഡിസബിലിറ്റിയോ മീൻസ് വൈകല്യങ്ങളോ അതിൽ നിന്നും റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ്. ദെൻ ഹി ഓർ ഷീ, അത് ഒരു ഫീമെയിൽ ആവാം മെയിൽ ആവാം. ദെൻ അവരെന്ത് ചെയ്യും, ആ പേഷ്യന്റിന്റെ സർവീസസ് പേഷ്യൻസിന് കൊടുക്കുന്ന കെയറുകളും ട്രീറ്റ്മെന്റ്സുകളും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുകയും ഗവൺമെന്റ് ഏജൻസീസ് ഗവൺമെന്റിന്റെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വെച്ച് നോക്കിയിട്ട് അതൊക്കെ നല്ല രീതിയിലാണോ, ഇനി എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ അത്യാവശ്യമുള്ളത് നെസസറി ആയിട്ടുള്ളതിലേക്ക് ഒന്ന് മാറ്റം വരുത്തുക അല്ലെ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അയാളുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ഒരു ഏകദേശം ഒരു ഔട്ട്ലൈൻ എല്ലാവർക്കും കിട്ടിയോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി ഈ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ജോബുകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ നിന്നോ എന്തെങ്കിലും ഡിസബിലിറ്റിയിൽ നിന്നോ അതിൽ നിന്നും റിക്കവർ ആയിട്ടുള്ള പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അതൊരു മെയിൽ ആകാം ഫീമെയിൽ ആകാം. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് അതായത് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്സ് മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് ഒന്ന് എന്താ മോണിറ്റർ ചെയ്യും, വിലയിരുത്തിയിട്ട് മറ്റു ഗവൺമെന്റ് ഏജൻസികളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യും. മീൻസ് അങ്ങനത്തെ ഫെസിലിറ്റികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തും. നിങ്ങൾക്ക് ഇനി അടുത്ത ആ ഒരു ജോബ് അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടീസുകളും കൂടിയൊക്കെ നോക്കുമ്പോ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. നോക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ഇനി എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നോക്കാം ജോബ് ഡിസ്ക്രിപ്ഷൻ. ഫസ്റ്റ് പോയിന്റ്, ഓരോ പോയിന്റ് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ സബ് പോയിന്റുകളും തന്നിട്ടുണ്ട്. ഓക്കെ, എളുപ്പമാണ്, നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, ചെറിയ ചെറിയ പോയിന്റ്സുകളാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. Ensure proper discipline of staff in wards or floor. ഡിസിപ്ലിനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ചെക്ക് നോയ്സ് ലെവൽസ്. ചെക്ക് നോയ്സ് ലെവൽ മീൻസ് ശബ്ദ നിലയിലൊക്കെ ഒന്ന്
ചെക്കിങ് പരിശോധിക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സൗണ്ടുകളും അങ്ങനെയൊന്നും പാടില്ലല്ലോ. അവിടെ വെൽ ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു പാലിക്കണം അല്ലെ. ഇനി പുറമേ എന്തെങ്കിലും ബെഡ്ഷീറ്റ്സിന്റെ ഭയങ്കര ഓവർ ആയിട്ടുള്ള സൗണ്ട്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു പുറമേ എന്തെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതാണ് ശബ്ദനില പരിശോധിക്കുക. Then ensure availability of doctors. എല്ലാ ഡോക്ടേഴ്സും അവൈലബിൾ ആണോ എന്നൊന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ എന്താ, ഇപ്പോ ഇന്ന ഡോക്ടർ അവൈലബിൾ ആണോ, ഫിസിഷ്യൻ വന്നിട്ടുണ്ടോ, ഓരോ ഡേയിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ അവൈലബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. Then ensure abrupt response to nursing calls. Abrupt means നിങ്ങൾ കേൾക്കാത്തതാണെങ്കിൽ മുകളിലൊന്ന് അതിന്റെ മുകളിലായിട്ട് ഒന്ന് നോട്ട് ചെയ്യുക. പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ എന്നൊക്കെ ഉള്ള മീനിങ് ആണ് അബ്രപ്റ്റ്, ഉടനെ തന്നെ, ഉടൻ എന്നൊക്കെ ഉള്ളൊരു അർത്ഥം കേട്ടോ. ഒന്ന് മീഡിയം ഒന്ന് എഴുതി വെക്കണേ. അപ്പോ അബ്രപ്റ്റ് റെസ്പോൺസ് ടു നഴ്സിംഗ് കോൾസ്. ഇനി നഴ്സുമാരുടെ കോളുകൾ വരുമ്പോൾ അതിനെ അബ്രപ്റ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് കൊടുക്കുക, റെസ്പോൺസ് ചെയ്യുക അല്ലെ. അതായത് കോൾ എടുത്ത് എന്താണ് കാര്യം എന്നുള്ളത് ഒന്ന് സംസാരിക്കുക. മോണിറ്റേഴ്സ് സ്റ്റാഫ് ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇനി സ്റ്റാഫുകളുടെ അല്ലെ പെരുമാറ്റം, പേഷ്യൻസിനോട് ആ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണെന്നൊന്ന് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇത്രയും 4 കാര്യങ്ങളാണ് ഡിസിപ്ലിനിൽ വരുന്നത്. ശബ്ദനില ചെക്ക് ചെയ്യുക, ഡോക്ടേഴ്സ് അവൈലബിൾ ആണോ എന്ന് നോക്കുക, ദെൻ നഴ്സിംഗിന്റെ കോൾസിന് പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കണം. ഇനി നഴ്സുമാര് ഡോക്ടേഴ്സിനോട് പേഷ്യൻസിനോടുള്ള അവരുടെ പെരുമാറ്റം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസിപ്ലിനില് വരിക. ദെൻ പെർഫോം, രണ്ടാമത്തെ പോയിന്റ് ആണ് കേട്ടോ. പെർഫോം ഡ്യൂട്ടീസ് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഇൻഫോർമേഷൻ സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇനി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സെക്കൻഡ് വൺ ഇൻഫോർമേഷൻ സിസ്റ്റം, അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന അങ്ങനെയുള്ള എന്തൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്നാണ് നോക്കുന്നത്. 3 പോയിന്റ് സബ് പോയിന്റ് വരുന്നുണ്ട്, നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് ന്യൂ അഡ്മിഷൻസ് റിസീവ്ഡ് ഇൻ ദ സിസ്റ്റം. മേക്ക് ഷുവർ ദാറ്റ് പുതിയ അഡ്മിഷൻസുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. Then ensure that discharges are completed on time in the system. ഇനി ഞാൻ പറഞ്ഞു, നമ്മളൊരു ഹോസ്പിറ്റലില് ഒരു പേഷ്യൻസ് കിടക്കുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടനെ തന്നെ വീട്ടിൽ പോകുന്നത് നടക്കില്ല. അതിനൊരു ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. ഇപ്പൊ ബില്ല് പേയ്മെന്റ് ചെയ്യാനോ എന്തെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകൾ വാങ്ങിക്കാനോ അങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്രോസസ് ഉണ്ട് ഒരു ഡിസ്ചാർജ് ചെയ്യുമ്പോൾ. സോ ഡിസ്ചാർജസ് ആ പ്രോസസ് ഒക്കെ കംപ്ലീറ്റഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റഡ് ഡിസ്ചാർജ് ആയിട്ടുള്ള ടൈമും കാര്യങ്ങളും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. Then resolves issues related to bed management. ഇനി ബെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പറഞ്ഞു ഒരു വാർഡില് കുറെ ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് അറിയാം, ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അഡ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോ വാർഡില് ഫുൾ പേഷ്യൻസ് ഉണ്ടാവും, ബെഡ് ഒഴിവുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ കിടത്തോ, നേരത്തെ പായിട്ട് കിടന്നോളാനൊന്നും പറയില്ല അല്ലെ. എന്താ ചെയ്യാ, അപ്പൊ നമുക്ക് മെഡിസിൻ ഒന്ന് വിടും, ബെഡ് റൂമും അല്ലെങ്കിൽ വാർഡൊന്നും അവൈലബിൾ അല്ലെങ്കിൽ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബെഡ് അവൈലബിലിറ്റി, ഇത്ര വാർഡ്സുകൾ ഒഴിവുണ്ട്, ഇന്ന വാർഡില് ഇത്ര വാർഡ്സുകൾ, ഇത്ര പേഷ്യൻസ് ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര ബെഡ്സ് ഇനി അവൈലബിൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ ബെഡ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടി പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന് ഉണ്ട്. അപ്പോ ഈ 3 കാര്യങ്ങളാണ് സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. Make sure new admission received in the system. പുതിയ അഡ്മിഷനേക്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് അപ്ലോഡ് ചെയ്തോ നോക്കുക. Then discharge are completed. ഡിസ്ചാർജസ് ഒക്കെ ആ ടൈമും കാര്യങ്ങളും സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് ബെഡ് മാനേജ്മെന്റിന്റെ ബെഡ് ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഒക്കെ ഒന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, 2 പോയിന്റ് ക്ലിയർ ആണല്ലോ, ഡിസിപ്ലിൻ ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം. ലാസ്റ്റ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഇപ്പൊ ഓക്കെ ആണോ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഇങ്ങനെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോ ഒന്ന് റെസ്പോൺസ് ചെയ്യണേ.
ഒന്ന് തമസിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഓക്കെ. Then in ensure patient care. ഇനി നമുക്ക് പേഷ്യൻസിന് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡിസിപ്ലിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത്, then ഇൻഫോർമേഷൻസിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. Then മൂന്നാമത്തത് പേഷ്യന്റ് കെയർ. പേഷ്യൻസിന് എന്തൊക്കെയാണ് ഇനി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പേഷ്യൻസിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. Addresses patient's problem. Provide information in case of any enquiries. Checking completeness of medical record file. നോക്കാം. Addressing the patient problem. പേഷ്യന്റിന്റെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനെ അഡ്രസ് ചെയ്യുക, ഒന്ന് പരിഹരിച്ചു കൊടുക്കുക. ചിലപ്പോ എന്തെങ്കിലും റൂമിന്റെ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ട്രീറ്റ്മെന്റ്സിന്റെ സംഭവങ്ങളായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പേഷ്യൻസിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഒന്ന് അഡ്രസ് ചെയ്യുക, പരിഹരിച്ച് കൊടുക്കുക. Then second, provides information in case of any enquiries. Provide information. നമുക്ക് എൻക്വയറിയില് എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. നമുക്ക് ഇന്ന കാര്യങ്ങൾ എല്ലാ പേഷ്യൻസിനും ഒരുപോലെ എല്ലാ കാര്യങ്ങളും അറിവുള്ളവരൊന്നും ആയിരിക്കില്ല. പല ലെവലുള്ള പേഷ്യൻസ് വരും. സോ ഇപ്പൊ ഡോക്ടറെ കാണണമോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡോക്ടർ ഉണ്ടോ അതൊന്നും അറിവില്ലാത്തവർക്ക് ഉണ്ടാവില്ലേ. അപ്പൊ എൻക്വയറിയില് അങ്ങനെ വരുന്ന കേസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തെടുക്കാം, ഒന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഡോക്ടറേണ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു കൊടുക്കുക. Then checking completeness of medical record file. ഇനി ആ ഓരോ രോഗിക്കും ഓരോ മെഡിക്കൽ റെക്കോർഡ് ഫയലുകളുണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വാർഡിലാണെങ്കിലും ഒരു ഡോക്ടർ ഒരു നഴ്സ് വരാറുണ്ട്. ഡോക്ടേഴ്സ് ഹൗസിന് വരുന്നതിന് പുറമെ നഴ്സുമാര് മോർണിംഗില് മെഡിസിൻ തരും, ഉച്ചയ്ക്ക് വരും. ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഈ 3 ടൈമിൽ ഇഞ്ചക്ഷൻ തരും. അത് കൂടാതെ തന്നെ ഇടയ്ക്ക് വന്നാലും ബി.പി നോക്കും, ടെമ്പറേച്ചർ നോക്കും, പൾസസ് ഒക്കെ നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് വെറുതെ കോണയാണ് ചെയ്യുന്നത്. ആ നോക്കുന്ന ടൈമും എത്രയുണ്ട് ഓരോന്ന് നോക്കിയത് റിസൾട്ട്സും അവരൊന്ന് ചെക്ക് ചെയ്ത് ഒരു റെക്കോർഡ് പോലെ എഴുതാറുണ്ട്. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിന്റെ ടോട്ടൽ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് പേഷ്യന്റ് കെയറിന് വേണ്ടി ചെയ്യുക. നാലാമത്തെ പോയിന്റ് നോക്കാം. കോർഡിനേറ്റിംഗ് വാർഡ് യൂണിറ്റ് പെർഫോമൻസ്. അത് ആ ഒരു വാർഡിലെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ, ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കണം. കോർഡിനേറ്റ് ചെയ്യണം. വാർഡിന്റെ എല്ലാ പെർഫോമൻസിലും ഇയാളൊരു നേതൃത്വം വഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഫീഡ്ബാക്ക് to chairman or HOD. HOD എന്നൊക്കെ നമുക്കറിയാം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അവിടുത്തെ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. ഫീഡ്ബാക്ക് ടു ചെയർമാൻ HOD in compliance with the quality standards, medical records audit and significant incident. ഇപ്പോ അവിടുത്തെ എന്തെങ്കിലും ഫെസിലിറ്റി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അങ്ങനെ ഒരു ഗുണനിലവാര മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് ഓഡിറ്റ് ഒക്കെ ചെയ്യില്ല ഓരോ മന്തിലും. അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്ക് ചെയ്യേണ്ടത് ചെയർമാനെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്, ആ വാർഡിലെ ചെയർമാനെയോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം. എന്തെങ്കിലും ഇൻസിഡൻസോ അല്ലെങ്കിൽ ഫുൾ റെക്കോർഡൊക്കെ ഓഡിറ്റ് ചെയ്തിട്ട് ആ ഒരു ചെയർമാനാണ് നമ്മൾ കൊടുക്കേണ്ടത്. സിക്സ്ത് പോയിന്റ് നോക്കാം. സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറീസ്. Secretaries or the respective floor ensures that ward secretaries are placing doctors' visits beside procedures like beside echo and ECG. ECG full form അറിയാലോ, electrocardiogram. Okay, then echo എന്ന് പറഞ്ഞാൽ echocardiogram എന്ന് തന്നെയാണ് മീനിങ്. echocardiogram. Okay. അപ്പൊ നോക്കാം. സൂപ്പർവൈസ് ദ ഡ്യൂട്ടീസ് ഓഫ് വാർഡ് സെക്രട്ടറി. നമ്മള് കഴിഞ്ഞതിനകത്ത് വാർഡ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. ഒരു വാർഡ് സെക്രട്ടറി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഈ വാർഡ് സെക്രട്ടറിയുടെ കാര്യങ്ങൾ അയാൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ, അപ്പോ ഈ ഒരു വാർഡ് സെക്രട്ടറിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. പ്രോപ്പറായിട്ട് അയാളുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ, പറ്റിയായിട്ട് എല്ലാം പോകുന്നുണ്ടോ എന്ന് വാർഡ് സെക്രട്ടറിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യണം. പിന്നെ പറഞ്ഞത് എന്താണ്, വാർഡ് സെക്രട്ടറീസ് ആർ പ്ലേസിംഗ് ഡോക്ടേഴ്സ് വിസിറ്റ് ഡിസൈഡ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ഡിസൈഡ് എക്കോ ആൻഡ് ECG. ഇനി ഇപ്പോ ECG ചില പേഷ്യൻസിന് ECG അല്ലെങ്കിൽ എക്കോ ഒക്കെ എടുക്കാനായിട്ട് ഉണ്ടാകും. സോ
അങ്ങനെയുള്ള പേഷ്യൻസിനെ ECG, എക്കോ പോലുള്ള അങ്ങനെയുള്ള ഒരു നടപടിക്രമങ്ങൾക്കൊപ്പം ഈ വാർഡ് സെക്രട്ടറിമാര് ഡോക്ടേഴ്സിനെ സന്ദർശിക്കണം എന്നുണ്ട്. അപ്പൊ അങ്ങനെ സന്ദർശിക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതാണ് 6th പോയിന്റിൽ പറയുന്നത് കേട്ടോ. അതായത് വാർഡ് സെക്രട്ടറിനെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഈ ECG ഒക്കെ എടുക്കുമ്പോൾ വാർഡ് സെക്രട്ടറിമാരെ എന്ത് ചെയ്യണം, ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ട്. സോ അങ്ങനെ കാണുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ. പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വ്യക്തിയിലെ നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലാലോ, കുഴപ്പമില്ലാലോ, എളുപ്പമില്ല പോർഷൻസ്. ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവില് വരിക. ഓക്കെ ആണോ, കുഴപ്പമില്ലാലോ, റിപ്ലൈ ഒന്നും ഇല്ല. ഓക്കെ, ലാസ്റ്റ് ഒരു പോർഷൻസും കൂടി ഉള്ളൂ. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ കഴിഞ്ഞു കേട്ടോ. ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ, ഈ ഒരു പോർഷൻ കൂടി കഴിഞ്ഞ് നമ്മളുടെ ചാപ്റ്റർ കഴിഞ്ഞു. നോക്കാം, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഇനി എന്തെങ്കിലും മനസ്സിലാകുന്നില്ല, ക്ലാസ് ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ല, സ്പീഡ് കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, നമുക്കത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാട്ടോ. ഈ ഒരു പോർഷൻസും കൂടി നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ ഇന്നെടുത്ത പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് തരും കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടെന്ന് ചിലവർ പറയുന്നുണ്ട്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ പോകുമ്പോ ചിലപ്പോ ഇത്തിരി സ്പീഡൊക്കെ കൂടും കേട്ടോ. കുഴപ്പമില്ല, ഞാൻ മാക്സിമം കുറക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ഇത് നമ്മൾ അടുത്ത വ്യക്തിയാണ് കേട്ടോ. ഓരോ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നമ്മളൊരു വാർഡിന്റെ ചാപ്റ്ററാണ് എടുത്തത്. ഈ ഒരു വാർഡിനുള്ളിൽ ഇത്രയും ആളുകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇപ്പൊ ഒരു അറിവല്ലേ, പുതിയൊരു അറിവല്ലേ ഇത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ചിലപ്പോ വാർഡിലേക്ക് അഡ്മിറ്റഡ് ആയിട്ടുണ്ടാവാം അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അല്ലെ. സോ നമ്മൾ ഇങ്ങനെയാണ് ഓരോ ആളുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, അവരുടെ ഡ്യൂട്ടി. നമ്മൾ പറഞ്ഞു ഒരു സെക്രട്ടറിയുടെ വാർഡില് സെക്രട്ടറിക്ക് ഒത്തിരി ഡ്യൂട്ടീസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ, പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവ് ഉണ്ട് അല്ലെ. അപ്പൊ അവർക്കും ഒത്തിരി ഡ്യൂട്ടീസും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ നമ്മൾ ഇത് നോക്കുന്നത് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ. പേഷ്യന്റ് റിലേഷൻ ഓഫീസർ ആണ്. അതായത് അപ്പൊ അയാൾക്ക് ആരായിട്ടായിരിക്കും കൂടുതൽ ബന്ധം, പേഷ്യന്റുമായിട്ടായിരിക്കും അല്ലെ. നമുക്കൊന്ന് വായിക്കാം. ഇനി ആരാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്നാണ് കേട്ടോ നോക്കുന്നത്. Patient relation officers are responsible for managing relationship between healthcare providers and patients. They work with doctors, nurses, hospitals, pharmaceutical companies, etc. to make sure that all parties involved in the patient's care pleased with their experience. വായിച്ചിട്ട് എന്തെങ്കിലും മീനിങ് കിട്ടിയോ? ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ. ഓക്കെ, നോക്കാം. Patient relation officers are responsible for managing the relationship between healthcare providers and patients. Healthcare providers patients തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്തുക, മാനേജ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. ഇവിടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുക? നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ സർവീസസ് നൽകുന്ന എല്ലാവരെയും നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയാം. അതില് ഡോക്ടേഴ്സ് വരാം, നഴ്സസ് വരും, മറ്റ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഉൾപ്പെടും. സോ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവുമല്ലോ. ആ റിലേഷനെ കീപ്പ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന റെസ്പോൺസിബിൾ ആണ് ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്കുള്ളത്. നമ്മൾക്ക് ആ ഒരു ടൈമിൽ തന്നെ അറിയാം, റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഓഫീസർ. അതാണ് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നോക്കാം. They work with doctors, nurses, hospitals, pharmaceutical companies, etc. ഇനി ഇവര് പേഷ്യന്റ് റിലേഷൻ ഓഫീസർ വർക്ക് ചെയ്യുന്നത് ആരോടൊപ്പമാണ്? ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അല്ലെ. ഡോക്ടേഴ്സിനൊപ്പവും നഴ്സസിനൊപ്പവും ഫാർമസിക്കൊപ്പവും ഒക്കെയാണ് ഇവര്
വർക്ക് ചെയ്യുക. അതായത് ഒരു ഓൾറൗണ്ടർ പോലെ എല്ലാ സെക്ഷനിലും ഈ ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നു. Then, to make sure that all parties involved in a patient's care clustered with their experience. Clustered means എന്താണ്, ഒരു സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു മീനിങ് തന്നെ. അതായത് രോഗീ പരിചരണത്തില് പേഷ്യന്റ് കെയറില് രോഗീ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളും മീൻസ് ഈ പറഞ്ഞ ഡോക്ടേഴ്സ്, നഴ്സസ്, സ്റ്റാഫുകള്, എല്ലാ കക്ഷികളും അവരുടെ അനുഭവത്തിൽ, അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ, പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിൽ അവര് സ്വയം സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത് പേഷ്യന്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും, അതായത് ഡോക്ടേഴ്സും നഴ്സസും നമ്മൾ ആ ഒരു ബന്ധമില്ലേ, ആ ഒരു ബന്ധത്തിന് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരിക. ഇവിടെ വർക്ക് ചെയ്യുന്നത് ഡോക്ടേഴ്സിനൊപ്പവും നഴ്സസിനൊപ്പവും ഫാർമസ്യൂട്ടിക്കൽ അല്ലെ, ഹോസ്പിറ്റൽ ആ ഫാർമസ്യൂട്ടിക്കലിനൊപ്പവുമാണ്. ഒരു ഓൾറൗണ്ടർ പോലെ ഇത് പ്രവർത്തിക്കും. പിന്നെ പറയുന്നത് എന്താ, ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ പാർട്ടീസ് ഇൻവോൾവ് ഇൻ എ പേഷ്യന്റ്, ഒരു രോഗീ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും, എല്ലാ കക്ഷികളും അവരുടെ അനുഭവത്തില്, എക്സ്പീരിയൻസില് നന്നായിട്ട് നല്ല രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്നും കൂടി ഉറപ്പുവരുത്തുക. ഇതാണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇനി അവരുടെ ഡ്യൂട്ടീസ് ആണ് നോക്കുന്നത്. ഒരു ഔട്ട്ലൈൻ കിട്ടിയോ എല്ലാവർക്കും? പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്താണെന്ന് കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ, നിങ്ങൾക്കൊന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒക്കെ വിശദീകരിച്ചിട്ട് വരാട്ടോ. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അല്ല ഒരു 80% മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്കിനി നോക്കാം ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അയാളുടെ ചുമതലകൾ എന്നാണ് നോക്കുന്നത്. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞു പോകാം. A patient relations manager typically has an extensive range of responsibilities, which include a patient relation manager typically has expensive range of responsibility. Expensive range എന്ന് പറയുമ്പോൾ എന്താണ്, വൈഡ് റേഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് ഒരു നല്ലൊരു ഉത്തരവാദിത്തം അവർക്ക് കിട്ടുന്നത് ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമല്ല, ഒരു നല്ല രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അവിടെ ഡോക്ടേഴ്സിന്റെ ഒപ്പവും നഴ്സസിന്റെ ഒപ്പവും ഫാർമസ്യൂട്ടിക്കലിന്റെ ഒപ്പവും എല്ലാം ഒരു ഓൾറൗണ്ടറെ പോലെ എല്ലാ സെക്ഷനിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അവരുടെ റെസ്പോൺസിബിൾ എന്താണ്, അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇനിയാണ് എന്തൊക്കെയാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് നോക്കുന്നത് കേട്ടോ. നോക്കാം, ഫസ്റ്റ് പോയിന്റ് നോക്കാം. Ensuring that patients are comfortable during the visit by greeting them warmly. Ensuring ഉറപ്പുവരുത്തുക ഒരു ടേം ആണ് കേട്ടോ. Ensuring that patients are comfortable during their visit by greeting them warmly. അതായത് വിസിറ്റിംഗ് ടൈമില് രോഗികള്, അതാണ് ഇവര് നമ്മൾ പറഞ്ഞില്ല, ഡോക്ടേഴ്സ് റൗണ്ട്സിനൊക്കെ വരും, അതുപോലെ പേഷ്യന്റ് റിലേഷൻ ഓഫീസറും രോഗികളുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് എങ്ങനെയുണ്ടോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഇപ്പൊ കുറവുണ്ടോ, അസുഖത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ എങ്ങനെയുണ്ട് സർവീസസ് ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ എന്തുവരും ഒന്ന് ഉറപ്പ് വരുത്തുക. അതായത് അവരൊന്ന് വിസിറ്റ് ചെയ്തിട്ട് അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് തിരക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് നോക്കാം. Making sure that patients are aware of any changes in their treatments. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് നമ്മൾക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരാറുണ്ട്, കൂടാതെ നഴ്സസും വരുന്ന പറഞ്ഞില്ലേ, ഇഞ്ചക്ഷൻ തരാനും മെഡിസിൻ തരാനൊക്കെ നഴ്സസ് വരും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യന്റ് റിലേഷൻ ഓഫീസേഴ്സ് ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എങ്കിൽ അവരും ഇതുപോലെ നമ്മളുടെ അടുത്ത് വരും, വിസിറ്റിനായിട്ട് പേഷ്യൻസിന്റെ അടുത്ത്. ഇത് ചിലപ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് മീൻസ് പേഴ്സണൽ അല്ല, നമ്മളുടെ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ട്രീറ്റ്മെന്റ്സ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ വന്ന് നമ്മളോട് വിവരങ്ങളൊക്കെ ചോദിക്കും. അതിനുള്ളൊരു ഡ്യൂട്ടി ഇവർക്കുണ്ട്. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ ഡൗട്ട്സ്? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ആർ അവെയർ ഓഫ് എനി ചേഞ്ചസ് in their treatments, plans, or medical conditions and informing them of any imminent appointments. Imminent appointments. എന്താണ് imminent എന്നുള്ള അർത്ഥം? Imminent ആസന്നമായ അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് തന്നെ ഉടനെയൊക്കെ ഉള്ളതില്ലേ? ഇങ്ങനെ കുറച്ച് ടേമുകൾ നമ്മളെ കാണാത്ത ടേമുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് നിങ്ങളൊന്ന് മുകളിലൊന്ന് വെറുതെ ഒന്ന് പെൻസിൽ കൊണ്ടോ പെയിന്റിംഗ് കൊണ്ടൊന്ന് നോട്ട് ചെയ്തിടാം കേട്ടോ. ഇമ്മിനന്റ് മീൻസ് ആസന്നമായ എന്നുള്ളതാണ് ഉടനെ തന്നെ എമർജൻസി ആയിട്ടുള്ളതെന്ന് പറയില്ലേ അത്. അപ്പോ ഇവിടെ എന്താണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത്? ഇമ്മിനന്റ് മീൻസ് എന്താ പറയാ, എമർജൻസി ആയിട്ട് അടിയന്തിരമായി എന്നൊക്കെ പറയാറില്ലേ മലയാളത്തില്? അടിയന്തിരമായി, പെട്ടെന്ന്, എമർജൻസി ആയിട്ട്, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോ മേക്കിംഗ് ഷുവർ ദാറ്റ് പേഷ്യൻസ് ഇപ്പോ ചികിത്സയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോ ഒരു മെഡിസിൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്, ചിലപ്പോ പിറ്റേ ദിവസം തുടങ്ങി ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ഡോക്ടർ, അല്ലെ? നമുക്കൊരു 5 days ഒരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചിലപ്പോ പിറ്റേ ദിവസം ആയിരിക്കും പറയുക. സോ അങ്ങനെ എന്തെങ്കിലും അതെങ്കിലും അവരുടെ ട്രീറ്റ്മെന്റ്സിൽ ആ ഒരു ചികിത്സയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയോ, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഞാൻ പറഞ്ഞിപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി കണ്ടീഷൻസ് ഒക്കെ ആവുന്നു, അപ്പൊ നമുക്ക് വേറൊരു ഇത് സ്റ്റാർട്ട് ചെയ്യണം, വേറൊരു മെഡിസിൻ അപ്പം സ്റ്റാർട്ട് ചെയ്യണം, ഇനി എന്തെങ്കിലും സർജറീസ് ഒക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യണോ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഈ ഒരു പേഷ്യൻസിനെ ആണ് അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട് പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക്. ഒന്നുകൂടി പറയാം, ചികിത്സയില് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ, മീൻസ് ഇതുപോലെ ഇഞ്ചക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ മെഡിസിൻ മാറ്റുകയോ, ദെൻ ഇപ്പൊ പെട്ടെന്ന് പേഷ്യൻസ് കൂടിയ രോഗികളെ നമ്മൾ പൈസയിലോട്ടും മറ്റൊക്കെ ഷിഫ്റ്റ് ചെയ്യൂലേ, അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണോ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ഒന്ന് പേഷ്യൻസിനെ അറിയിക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. അത് കുറച്ച് ഡ്യൂട്ടീസ് കൂടുതലുണ്ട്, മൊത്തം ക്ലാഷ് ആയി പോകരുത്. സെക്രട്ടറീസിന്റെ ഡ്യൂട്ടി വേറെയാണ്. മൊത്തത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നേക്കാം. അതിൽ ഇച്ചിരി പോയിന്റ്സുകൾ കൂടുതലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ, മാറിപ്പോകരുത്. സ്വയം ഒന്ന് മനസ്സിരുത്തിയൊക്കെ പഠിക്കാട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയാം. Arranging for transportation from appointments as needed, അല്ലെ? Arrange for transportation to from appointments as needed. അപ്പോയിന്റ്മെന്റ്സിലൂടെ, കൂടിക്കാഴ്ചകളിലൂടെ, ഇപ്പൊ ഡോക്ടറെ കാണുന്നതിലൂടെയും അങ്ങനെ എന്തെങ്കിലും കൂടിക്കാഴ്ചകളിലൂടെയും ട്രാൻസ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോ ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കും. സോ അങ്ങനെയുള്ളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഫോർത്ത് പോയിന്റ്, സോറി മൂന്നാമത്തെ പോയിന്റ് കേട്ടോ. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. പ്രൊവൈഡിങ് ഇമോഷണൽ ബാക്കപ്പ് to patients, including answering patients' questions and offering reassurance. Providing emotional backup to patients, including answering patients' questions and offering reassurance. ഇവിടെ എന്താണ് രോഗിയുടെ ചോദ്യങ്ങള്, നമുക്ക് ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ രോഗി ചോദിക്കൂലേ? രോഗിക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടാവില്ലേ? ഇവർക്കെല്ലാം അറിവുള്ള വ്യക്തികളൊന്നും ആയിരിക്കില്ലല്ലോ. അപ്പോ ട്രീറ്റ്മെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതും അല്ലെങ്കിൽ ഉറപ്പ് നൽകുന്നതും ഉൾപ്പെടെയുള്ള ഒരു ബാക്കപ്പ് കൊടുക്കുക. ബാക്കപ്പ് മീൻസ് ഒരു മറുപടി കൊടുക്കുക, ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ ആ പോയിന്റിൽ പറയുന്നത്. അത്ര മാത്രമാണ്. അതായത് രോഗി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുകയും ഇനി എന്തെങ്കിലും ഫെസിലിറ്റീസ് അവർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഒരു ഫെസിലിറ്റീസും കൂടി ഉറപ്പുവരുത്തുക. ഓഫറിംഗ് റെഷുറൻസ് മീൻസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ. ദെൻ ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. കോർഡിനേറ്റിംഗ് വിത്ത് ഫിസിഷ്യൻസ്. Coordinating with the physicians and other healthcare professionals to make sure that all needs are met during patient visit. Coordinate with physicians and other healthcare
professionals to make sure that all needs are met during patient visit. കോർഡിനേറ്റ് ചെയ്യുക, അതായത് ഫിസിഷ്യനും ഡോക്ടേഴ്സും അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. എന്നിട്ട് make sure that all needs are met during patient visit. ആ പേഷ്യന്റ് വിസിറ്റിന്റെ സമയത്ത് പേഷ്യൻസിന്റെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ടൈമില്ലേ, ആ ഒരു വിസിറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണം, ഇതിനെല്ലാം അവർക്ക് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ലഭിച്ചോ, അല്ലെങ്കിൽ ആ പേഷ്യന്റ് വിസിറ്റ് അവർക്ക് കംഫർട്ടബിൾ ആണോ എന്നൊക്കെ കൂടി ആ കാര്യങ്ങളൊക്കെ ഒരു ഫിസിഷ്യനായിട്ടും മറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ അതായത് നഴ്സസുമാരായിട്ടൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കണം. അതായത് അവർക്ക് ആ വിസിറ്റിംഗ് ടൈമില് പേഷ്യന്റിന് നല്ല രീതിയിലുള്ള വിസിറ്റിംഗ് ടൈമൊക്കെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നഴ്സസ് അവര് എന്താ മെഡിസിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കൊടുത്തോ, ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്തോ എന്ന് അവരുമായിട്ട് ഡോക്ടേഴ്സും നഴ്സസുമായിട്ടൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം, സംസാരിക്കണം. ഓക്കെ, സിക്സ്ത് പോയിന്റ് നോക്കാം. Maintaining exact records of patient meetings with the physicians, nurses, and other staff members. Maintaining exact records of patients meetings with the physicians, nurses, and other staff members. എന്താണ് പറയുന്നത് അവിടെ? മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിക്കുക. അതായത് ഒരു ഫിസിഷ്യനും നേഴ്സും എന്നിവരുമായിട്ട് അവരുടെ ഒരു കൂടിക്കാഴ്ചകളുടെ ഒരു രേഖകൾ അല്ലെ, അതായത് മെയിൻറ്റെയിൻ എക്സാക്ട് റെക്കോർഡ്സുകൾ പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഇപ്പൊ ഫിസിഷ്യന്റെയും നഴ്സസിന്റെയും റെക്കോർഡ്സുകൾ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന റെക്കോർഡ്സുകൾ ഇല്ലേ, ഇങ്ങനെയുള്ള റെക്കോർഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ആ രേഖകളെല്ലാം സൂക്ഷിക്കുക. Then next point, setting patients' complaints, concerns, and questions about treatment plans, diagnosis. Setting patients' complaints, concerns, and questions about treatment plans, diagnosis. രോഗികളുടെ കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ, പരാതികളോ അല്ലെങ്കിൽ രോഗികളുടെ പരാതികളൊക്കെ ക്രമീകരിക്കണം അല്ലെ, എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം അല്ലെ, സെറ്റ് ചെയ്തിട്ട് എന്താണെന്നത് മനസ്സിലാക്കാം. അപ്പോ രോഗികളുടെ പരാതികള് ക്രമീകരിക്കുന്നവരും പിന്നെ ചികിത്സാ പദ്ധതികള് അല്ലെങ്കിൽ രോഗനിർണയം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി കൂടി നൽകണം. ഡയഗ്നോസിസ് മീൻസ് രോഗനിർണയം, അതായത് ടെസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ആ പരാതികള് ക്രമീകരിക്കുകയും ചികിത്സാ പദ്ധതികളെ കുറിച്ചും അല്ലെങ്കിൽ രോഗനിർണയത്തെ കുറിച്ചും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയൊക്കെ നൽകുക. Then next നോക്കാം, making patient aware of health service and facilities available for patients at hospital. Making patients aware of health services and facilities available for patient at hospital. പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ആയിരിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിലെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഹെൽത്ത് സർവീസസ് എന്നും അവിടെയുള്ള ഫെസിലിറ്റീസുകളെ കുറിച്ചും അവിടെയുള്ള സൗകര്യങ്ങളെ കുറിച്ചും ഒരു അവയർനെസ് പേഷ്യൻസിന് കൊടുക്കണം അല്ലെ, അവയർനെസ് ഉണ്ടാക്കണം. ഇത്തരം ഫെസിലിറ്റീസുകൾ നമ്മൾക്കുണ്ട്. നമ്മളിപ്പോ സ്കാനിങ്ങോ അല്ലെങ്കിൽ മറിച്ച് എക്സ്റേ ലാബ് ടെസ്റ്റുകൾക്കോ മറ്റ് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ ഓൾറെഡി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസുകളൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവർക്കൊന്ന് അവെയർ ചെയ്യുക, അതായത് പറഞ്ഞു കൊടുക്കുക. Then next point, investigate and convey complaints or problems to appropriate head department of the hospital. Investigate and complaints. Investigate and convey complaints or problems to appropriate head department of the hospital. ഇപ്പോ പരാതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് എന്ത് വേണം, ഉചിതമായിട്ടുള്ള എച്ച്ഒഡിനെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് പേഷ്യൻസിന്റെ പ്രശ്നം അനുഭവിക്കുന്നത്
ചിലപ്പോൾ ഫാർമസിന്ന് ആയിരിക്കും അവർ ഉദ്ദേശിച്ചത് പോലെ ചിലപ്പോൾ ഒരു അങ്ങനെ മെഡിസിനിലൊക്കെ ഒരു ഡിലേ വന്നു. അങ്ങനെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഒരു പേഷ്യന്റിന് പ്രശ്നം വന്നത് അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഈ ഒരു എന്താ പ്രശ്നങ്ങൾ അന്വേഷിച്ചിട്ട് ആ ഒരു HOD അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനെ അറിയിക്കുക. അടുത്ത പോയിന്റ്, assist in setting conflicts and act as an intermediary between patients, families and staff. ഒന്നുകൂടി നോക്കാം. Assist in setting conflicts and act as an intermediary between patients, families and staff. ഇപ്പോ രോഗിയുടെ കുടുംബവും അല്ലെങ്കിൽ രോഗിയോ രോഗി പേഷ്യന്റ് ഇങ്ങനെ തല്ലിക്കാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. സോ രോഗിയുടെ അപ്രോപ്രിയേറ്റ് മീൻസ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള, അതാണ് അപ്രോപ്രിയേറ്റിന്റെ ടേം എന്ന് പറഞ്ഞാൽ ഉചിതമായിട്ടുള്ള കേട്ടോ. ഓക്കെ, അപ്പൊ സോറി ഇത് നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഒരു കമന്റ്സ് നോക്കിയപ്പോ വായിച്ച ഫ്ലോ പോയിട്ടാ. അസിസ്റ്റ് സെറ്റിംഗ് കോൺഫ്ലിക്ട്സ് ആൻഡ് ആക്ട് ആസ് എ ഇന്റർമീഡിയറി, അതല്ലേ? ഓക്കെ, അപ്പോ എന്താ പറയുന്നത്, ഇപ്പോ രോഗിയുടെ കുടുംബവും അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ സെറ്റിംഗ്സ് ഫാമിലീസ് സ്റ്റാഫുകളും തമ്മില്, പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ ആരെങ്കിലുമായിട്ട് നഴ്സസും തമ്മില് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ചു കൊടുത്തിട്ട് ഒരു ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുക. അതായത് തല്ലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കേസൊക്കെ വരുമ്പോ പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കൂലേ, ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കൂലേ, ആ ഒരു മീനിങ് ആണ്. അതായത് രോഗിയുടെ പേഷ്യൻസിന്റെ ഫാമിലീസും വീട്ടുകാരും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറോ ആരെങ്കിലും ആയിട്ട് നഴ്സുമാരും തമ്മില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തടഞ്ഞു നിർത്തി ഒരു ഇന്റർമീഡിയർ ആയിട്ട് തടുത്തു നിൽക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ about the patient's feedback and make recommendations appropriately. അതാണ് appropriately ചോദിച്ചത്. ഓക്കെ, കളക്ട് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ about രോഗിയുടെ ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള, നമ്മൾ ഫീഡ്ബാക്ക് എടുക്കണ്ടേ, ഇപ്പൊ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുന്ന അറിഞ്ഞില്ലേ ആള് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നല്ല ട്രീറ്റ്മെന്റ് ആണോ, കാര്യങ്ങളൊക്കെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ പോയി ചോദിക്കും അല്ലെ. അപ്പൊ രോഗിയുടെ ഫീഡ്ബാക്ക്, രോഗിയുടെ ആ ഒരു ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഇനി എന്തെങ്കിലും ഉചിതമായിട്ട്, അപ്രോപ്രിയേറ്റ് മീൻസ് ഉചിതമായിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ശുപാർശകൾ ചെയ്യണം. ശുപാർശ ചെയ്യാൻ പറഞ്ഞാൽ എന്താ, ഇപ്പൊ എന്തെങ്കിലും കുറവ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സ് കംപ്ലൈൻസ് വന്നു, അപ്പൊ ആ കംപ്ലൈൻസ് നല്ല രീതിയിൽ അത് ചെയ്യുക, അത് പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ, കളക്ട് ഡാറ്റ ഇൻഫോർമേഷൻ അബൌട്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻസ് അപ്രോപ്രിയേറ്റ്ലി. അതായത് നമ്മൾ പറഞ്ഞു, ഇത് രോഗിയുടെ ഫീഡ്ബാക്കിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉചിതമായിട്ടുള്ള അതിനെതിരെയുള്ള ഒരു മറുപടി റിപ്ലൈ നൽകുകയും ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. കുറെ പോയിന്റ്സുകളൊക്കെ ഉണ്ടല്ലേ, കുറെ പോയിന്റ്സ് ഉണ്ട്, പേടിക്കൊന്നും വേണ്ട, മറ്റേതിലൊന്നും അത്ര പോയിന്റ്സ് വന്നില്ല. സോ കൺഫ്യൂഷൻ ആകെണ്ട, നിങ്ങൾ ആ മീനിങ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. കുറച്ച് ടഫായിട്ട് തോന്നിയോ ലാസ്റ്റ് വന്നപ്പോൾ? ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, ഈ ഒരു ഇതുകൂടി കഴിഞ്ഞിട്ട് ഓക്കെ അറിയാം, നിങ്ങൾക്ക് ഇത്തിരി ടഫായിട്ട് തോന്നി കാണും കുറച്ച് വന്നപ്പോ അല്ലെ, കുഴപ്പമില്ല. ഇത് പക്ഷെ ചെറിയൊരു ചാപ്റ്റർ ആണത്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളൊക്കെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഒരു ലാസ്റ്റ് വൺ ഒരു തേർഡ് മോഡ്യൂളൊക്കെ ആകുമ്പോൾ മാത്രം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ പഠിച്ചു വരുന്നതിനുള്ളൂ, നമ്മൾ ട്രാക്കിലോട്ട് വരുന്നുള്ളൂ അല്ലെ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞ് നമ്മുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോവാട്ടോ. ഓക്കെ, അപ്രോപ്രിയേറ്റ് മീൻസ് ഉചിതമായിട്ടുള്ള എന്നുള്ളത് അർത്ഥമാണ് കേട്ടോ. ഓക്കെ, രണ്ട് പോയിന്റ് കൂടി ഉള്ളു കേട്ടോ, അത് നമുക്ക് വിശദീകരിക്കാം. ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ പറയാറുള്ളതൊന്നും മീനിങ് ഒക്കെ എഴുതാം, ഇമ്പോർട്ടന്റ് ആണ്, സൈഡിൽ ഒന്ന് സ്റ്റാർ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട്. നമ്മള് ക്വസ്റ്റ്യൻസ് നമുക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF-ലെ അത് മാത്രം നിങ്ങളൊന്ന് പഠിക്കാം പ്രോപ്പർ ആയിട്ട്. എക്സ്ട്രാ നോട്ട്സ് ഇട്ടൊന്നും ഒരു ആവശ്യമില്ല. എന്തെങ്കിലും ടേമോ കാര്യങ്ങളോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മാത്രമാണ് ടീച്ചേഴ്സ് നോട്ട്സുകൾ നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF-നുള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, എക്സ്ട്രാ പുറത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാല് എല്ലാം ഇമ്പോർട്ടൻസ് തന്നെയാണ് അല്ലെ.
നിങ്ങൾക്ക് ഇപ്പോ ഞാൻ ആ 2 പോയിന്റ്സും കൂടി ഒന്ന് എടുത്തിട്ട് ഒന്ന് പറഞ്ഞുതരാം, ക്ലിയർ ആക്കി തരാം കേട്ടോ. ദെൻ ലാസ്റ്റ് 2 പോയിന്റ് കൂടി ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, explaining policies, procedures or services to unknown patients by using medical administrative knowledge. Explaining policies, procedures or services to unknown patients by using medical administrative knowledge. അപ്പോ പോളിസീസും കാര്യങ്ങളും, ഇങ്ങനെ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓരോ പ്രൊസീജിയേഴ്സ്. ചില പേഷ്യൻസിന് ഒന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോ ലാബ് ടെസ്റ്റ് എടുക്കണം, അപ്പൊ ലാബ് എവിടെയാണ്, എങ്ങനെ പോകേണ്ടത്, അവിടെ പോയി ഷീറ്റ് എടുക്കണോ, അങ്ങനെ ഒന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള പേഷ്യൻസിനെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് നോളജ് ഉപയോഗിച്ച്, അതായത് അവിടുത്തെ സ്റ്റാഫിന് എന്തെങ്കിലും ഒരു മെഡിക്കൽ ആയിട്ടുള്ള അറിവുള്ളവരല്ലേ അവിടുത്തെ സ്റ്റാഫുകളായിട്ട് പ്രവർത്തിക്കുക. സോ അവരുടെ ആ ഒരു മെഡിക്കൽ അറിവുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പേഷ്യൻസിന് എക്സ്ട്രാ പോളിസിയും കാര്യങ്ങളും, അല്ലെങ്കിൽ അവർക്കറിയാത്ത ഓരോ പ്രൊസീജിയേഴ്സ് ഒക്കെ പിന്നെ അവിടെ പോകണം, അഡ്മിഷൻ എടുക്കണം, ഒപ്പി ടിക്കറ്റ് എടുക്കേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ് വൺ, monitoring and analyzing the patient's rights and responsibilities. മോണിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ ഒന്ന് എന്താണ് ഒരു വിലയിരുത്തുക എന്നൊക്കെ ഒരു മീനിങ് ആണ് മോണിറ്ററിങ്. അനലൈസിങ് അതിനൊന്ന് വിശദീകരിക്കുക എന്നൊക്കെ. ഓക്കെ, അപ്പോ മോണിറ്ററിങ് ആൻഡ് അനലൈസിങ് പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പേഷ്യൻസിന്റെ റൈറ്റ്സും അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുകയും അതിനെ ആ മോണിറ്റർ ചെയ്തതിനൊന്ന് വിലയിരുത്തുകയും ചെയ്യണം. അതായത് പേഷ്യൻസിന് ലഭിക്കേണ്ട റൈറ്റ്സ്, ഇവിടെ റൈറ്റ്സ് ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെന്റ്സിന് അവർക്ക് ഇത്ര ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നൊന്ന് വിലയിരുത്തുക. ഇത്രയും പോയിന്റ്സ് ആണ് ഒരു പേഷ്യന്റ് റിലേഷൻ ഓഫീസർക്ക് വരുന്നത്. കുറച്ച് ഡ്യൂട്ടീസ് കൂടുതലുണ്ട്, അതുകൊണ്ടാണല്ലോ തുടക്കത്തിൽ തന്നെ ടിപ്പിക്കലി എക്സ്പെൻസീവ് റേഞ്ച് എന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ, എക്സ്പെൻസീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈഡ് റേഞ്ചിൽ തന്നെ അദ്ദേഹത്തിന് ഡ്യൂട്ടീസ് ഉണ്ട്. ലാസ്റ്റ് വൺ വേറൊന്നുമല്ല, പേഷ്യൻസിന്റെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും, അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ. പേഷ്യൻസിന്റെ മോണിറ്ററും അനലൈസും ചെയ്യണം. അതായത് പേഷ്യൻസിന് ഇന്ന ഫെസിലിറ്റീസും കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സിൽ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ സ്റ്റാഫുകള് എന്നെല്ലാം ഒന്ന് വിശകലനം ചെയ്യുകയും അതൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യുക. ഓക്കെ, ഡോക്ടേഴ്സിൽ നിന്നും നഴ്സിൽ നിന്നൊക്കെ ഉള്ള റൈറ്റ്സ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. എക്സാം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ എല്ലാ ഡീറ്റെയിൽസും മിഷാമാൻ പറഞ്ഞോ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ്. സോ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഷോർട്ട് നോട്ട് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, ഇത് നമുക്ക് മാക്സിമം ഇവിടെ ഓരോന്നും പോയിന്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും തന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, വലുതാണ്, സമ്മതിച്ചു. കുറച്ച് എംപ്ലോയിയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ഉണ്ട്. പക്ഷെ അപ്രോപ്രിയേറ്റ് ആണ് പറഞ്ഞത്, ഉചിതമായിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ നോക്കാം. അപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് മാക്സിമം ഓരോ പോയിന്റ്സ് ഇട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മുടെ PDF നോട്ടില്. ഇതിലും ഷോർട്ട് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയാ, നമുക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു PDF-ൽ നിന്ന് തന്നെയാണ് എക്സാക്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിൽ ഇടുന്നത്. നമ്മൾ വേറെ പുറത്തുനിന്നൊന്നും വരില്ല, നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പൊ നിങ്ങൾ ഷോർട്ടായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് essay ടൈപ്പ് പോലെ അല്ലെങ്കിൽ എഴുതാനൊന്നും എക്സാമിന് വരുന്നില്ല. ഇതിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പില് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. നിങ്ങൾ ടെൻഷൻ ഒന്നും ആകേണ്ട ആ കാര്യമില്ല. നിങ്ങൾക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും എങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, മോഡൽ എക്സാം ഒക്കെ ഇടും. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട് അല്ലേ. ഈ ചാപ്റ്റർ വലുതല്ല, ഇത് ഹോസ്പിറ്റൽ വാർഡ് എനിക്ക് തോന്നുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ്. കാരണം നമുക്ക് മൊഡ്യൂള് 3 വരുമ്പോ കുറച്ച് വലിയ ചാപ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ ഒക്കെ ചിലപ്പോ
എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ എടുത്താൽ മാത്രമേ തീരുള്ളൂ. പക്ഷെ അത് സംബന്ധിച്ച് നമുക്ക് ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണും, കുഴപ്പമില്ല. നമ്മളാണ് ട്രാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ സ്വയം നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ഓരോ ചാപ്റ്ററും ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനോട് യോജിച്ച് നിങ്ങൾ പഠിച്ച് പൊയ്ക്കോളും കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പഠിക്കാം കേട്ടോ. ഓക്കെ, ചാപ്റ്റർ ചെറുതാണ്, ഉള്ളിൽ നല്ലോണം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്യൂട്ടീസ് ഒക്കെ പഠിക്കണ്ടേ? നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിക്കാൻ പറ്റുമോ എക്സാമിന്? എനിക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിക്കുള്ളൂ, ബാക്കി കട്ട് ചെയ്തുള്ള നമുക്ക് അതിനുള്ളൊരു റൈറ്റ് ഇല്ല. സോ നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സ് കമ്പൽസറി ആയിട്ടാണ് നിങ്ങൾ പഠിക്കാം. അതാണ്. ഇതിൽ പുറമെ എക്സ്ട്രാ നോട്ട്സിന്റെ ഒരു ആവശ്യം വരുന്നില്ല അല്ലെ? നമ്മളുടെ ആ ഒരു ഇത് മാത്രം നിങ്ങൾ പഠിക്കാം. ഓക്കെ, ഓക്കെ. മിസ് പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഒക്കെ പറയാട്ടോ, കുഴപ്പമില്ല. എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ സ്പീഡ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കണല്ലേ? നമ്മള് മോർണിംഗ് തുടങ്ങി ഓരോ ബാച്ച് കണ്ടിന്യൂസ് ക്ലാസ് നമുക്ക് വരുന്നത്. ചിലപ്പോ നമ്മളുടെ ആ ഒരു ടോണിൽ ചിലപ്പോ ഒരു ഞാൻ പറഞ്ഞ സ്പീഡ് ചിലപ്പോ ആ ടോണിൽ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ അതനുസരിച്ച് സ്പീഡൊക്കെ ഒന്ന് കുറച്ചോളാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് ഇൻഫോം ചെയ്യാം ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ ഒന്ന് ഇൻഫോം ഒന്ന് ചെയ്യാം. കാരണം നമുക്ക് കുറച്ച് ബാലൻസ് ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചിലവർക്ക് ഇപ്പൊ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷെ അത് റെഡി ആയിക്കോളും. മാക്സിമം ഒരു 1 month, അതിനുശേഷം നിങ്ങൾ ഓക്കെ ആവും. നമ്മളോടൊപ്പം തന്നെ നിങ്ങളും കൂടെ എത്തിക്കോളൂ കേട്ടോ. ടൈം ടേബിള് പെട്ടെന്ന് തന്നെ നമുക്ക് തരും കേട്ടോ. അതിനുള്ള മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. എക്സാം ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങളൊരു വലിയ സ്റ്റുഡൻസ് അല്ലേ, കുഞ്ഞി കുട്ടികളൊന്നും അല്ലല്ലോ. എക്സാം എന്തായാലും ഇംഗ്ലീഷിലാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാലോ. ടൈം ടേബിൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ടൈം ടേബിൾ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ മാക്സിമം പ്രിന്റഡ് നോട്ടൊക്കെ ഓക്കെ. ഇമ്പോർട്ടന്റ് ഉള്ള നോട്ട്സ് നമ്മൾ തരാം. എക്സ്ട്രാ നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. പക്ഷെ മാക്സിമം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഒരു ഷോർട്ട് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്റർ എക്സാം ഉണ്ടാവുന്നല്ലേ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. നമുക്ക് 1 hour ക്ലാസ് ആണല്ലോ. സോ എക്സാമിന് വേണ്ടി ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നതായിട്ട് വരും. സോ നമ്മുടെ ലെസൺ നീങ്ങില്ല. ടോപ്പിക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണം, ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റോറി എന്നൊക്കെ പറയില്ലേ? നിരീക്ഷണം കടമറകൾ എന്നൊക്കെ പറയില്ലേ നമ്മള്? അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ് നമ്മളുടെ ഈ ഒരു പുതിയ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പൊ ഇതുവരെ നല്ല രീതിയിൽ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം കേട്ടോ. 2 ചാപ്റ്ററാണ് ഇപ്പൊ നമ്മൾ ICU ദെൻ ഹോസ്പിറ്റൽ വാർഡ്സും. ഈ 2 ചാപ്റ്ററും നന്നായിട്ടൊന്ന് പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. മോക്ക് ടെസ്റ്റിലൊക്കെ ചോദിക്കുന്നത് മെയിനായിട്ട് നമ്മള് ക്ലാസ്സിലെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. ക്ലാസ്സിൽ സ്പീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. ഫീഡ്ബാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you, ma'am. Thank you, ma'am.